ചെന്നൈ അല്ലു അർജുന്റെ പുഷ്പ 2 ദ റൂള് റിലീസിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സിനിമ ലോകം. ശ്രീലീലയെ നർത്തകിയായി എത്തുന്ന കിസ്സിക്ക് എന്ന ഗാനത്തിന്റെ റിലീസ് ഞായറാഴ്ച ചെന്നൈയില് നടന്നിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ചടങ്ങില് സംഗീത സംവിധായകൻ ദേവി ശ്രീ പ്രസാദ് ചിത്രത്തിനെക്കുറിച്ച് വേദിയില് തന്റെ അഭിപ്രായം പറഞ്ഞു. സമീപകാലത്തെ ഏറ്റവും മികച്ച സിനിമയായിരിക്കുമെന്നാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകന് പറഞ്ഞത്. റിലീസായതിന് ശേഷം നിങ്ങള് എല്ലാവരും പുഷ്പ 1 ഒരു ഉത്സവമായി ആഘോഷിച്ചു. പുഷ്പ 2 റിലീസിന് മുമ്പ് തന്നെ നിങ്ങള് അത് ഉത്സവമാക്കി. പുഷ്പ 1 ബ്ലോക്ക്ബസ്റ്ററാക്കിയതിന് ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ദൈവം അവരുടെ കരിയറില് ഒരു വലിയ അവസരം നൽകുന്നു. പുഷ്പ 1 എന്ന ചിത്രത്തിലൂടെ എനിക്ക് ഏറ്റവും മികച്ച നേട്ടം ലഭിച്ചു. രണ്ടാം ഭാഗത്തിനായി ഞാൻ ആവേശത്തിലാണ്. ചിത്രത്തിന്റെ അവസാന മിക്സിംഗിന്റെ തിരക്കിലായതിനാല് സുകുമാറിന് വരാനായില്ല. അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഞാന് വന്നിരിക്കുന്നത്, ദേവി ശ്രീ പ്രസാദ് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യ പകുതി കണ്ടതിനു ശേഷം ഞാൻ പറഞ്ഞു, അടുത്ത കാലത്തെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കും പുഷ്പ ദ റൂള്. രണ്ടാം പകുതിയും കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ബണ്ണി, അല്ലു അർജുന്, ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് നിന്നോട് ഒരു കാര്യം പറയാം. താങ്കളുടെ വിശ്വരൂപം സിനിമയില് കാണിച്ചിട്ടുണ്ട്. സിനിമ കാണുകയും അതിനെ പ്രണയിക്കുകയും അതിനായി ഇൻഡസ്ട്രിയിലേക്ക് വരികയും ചെയ്ത ഒരാളായാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സിനിമ ആരാധകൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ബണ്ണി, നിങ്ങൾ ഏറ്റവും മികച്ച ചിത്രമാണിത്, ദേവി ശ്രീ പ്രസാദ് പറഞ്ഞു. അടുത്തിടെ ഇറങ്ങിയ സൂര്യ ചിത്രം കങ്കുവയുടെ പേരില് ഏറെ വിമർശനം നേരിട്ട ദേവി ശ്രീ പ്രസാദിന് വന് തിരിച്ചുവരവ് നൽകുമോ പുഷ്പ ദ റൂള് എന്നാണ് ഇപ്പോൾ സിനിമ ലോകം ഉറ്റുനോക്കുന്നത്. നേരത്തെ ചിത്രത്തിന്റെ പാശ്ചാത്തല സംഗീതത്തില് നിന്നും ദേവി ശ്രീ പ്രസാദിനെ മാറ്റിയിരുന്നു എന്ന തരത്തില് വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ദേവി ശ്രീ പ്രസാദിന്റെ വാക്കുകള് പുഷ്പ 2 ഹൈപ്പ് വീണ്ടും കൂട്ടിയിട്ടുണ്ട്. സുകുമാര് സംവിധാനം ചെയ്യുന്ന പുഷ്പ 2 വരുന്ന ഡിസംബർ 5-നാണ് റിലീസ് ചെയ്യുന്നത്.